ഉത്തര കൊറിയൻ ഏകാധിപതിയായ കിം ജോങ് ഉന്നിനെ കുറിച്ച് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി യുവതി. ഉത്തര കൊറിയയിൽ നിന്ന് രക്ഷപ്പെട്ട യിയോൻമി പാർക്ക് എന്ന യുവതിയാണ് കിമ്മിന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. കിമ്മിന് നിരവധി പെൺകുട്ടികൾ ഉൾപ്പെട്ട പ്ലഷർ സ്ക്വാഡ് ഉണ്ടെന്നും ഇതിലേക്ക് വർഷാവർഷം 25ഓളം പെൺകുട്ടികളെ തിരഞ്ഞെടുക്കുമെന്നും യുവതി പറഞ്ഞതായാണ് മെയിൽ ഓൺലൈൻ ന്യൂസ്, ഡെയിലി മെയിൽ തുടങ്ങിയ US പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സൗന്ദര്യവും രാഷ്ട്രീയമായ സത്യസന്ധതയും അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പെൺകുട്ടികളുടെ തിരഞ്ഞെടുപ്പത്രേ. 2 തവണ തന്നെ സ്കൗട്ട് ചെയ്തെന്നും എന്നാൽ കുടുംബത്തിന്റെ അവസ്ഥ മൂലമാണ് പരിഗണിക്കാതിരുന്നതെന്നും ഈ യുവതി പറയുന്നു. പെൺകുട്ടികളെ പ്ലഷർ സ്ക്വാഡിലേക്ക് തിരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ച് ഈ യുവതി പറയുന്നത് ഇങ്ങനെയാണ്. അവർ എല്ലാ ക്ലാസ് മുറികളിലും സ്കൂളുകളിലെ പരിസര പ്രദേശങ്ങളിലടക്കം സന്ദർശിക്കും. സുന്ദരികളായ കുട്ടികൾ ഒഴിവാകാതിരിക്കാനാണിത്. പെൺകുട്ടിയെ കണ്ടെത്തിയാൽ ആദ്യം അവരുടെ കുടുംബത്തിന്റെ ചുറ്റുപാടാണ് പരിശോധിക്കുക. പിന്നീട് രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും നോക്കും. പെൺകുട്ടികളുടെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ഉത്തര കൊറിയയിൽ നിന്ന് രക്ഷപ്പെട്ടവരോ ദക്ഷിണ കൊറിയ പോലുള്ള രാജ്യങ്ങളിൽ ബന്ധുക്കൾ ഉള്ളവരോ ആണെങ്കിൽ അവരെ ഒഴിവാക്കും. തിരഞ്ഞെടുക്കപ്പെട്ട പെൺകുട്ടികൾ കന്യകമാരാണോ എന്ന് ഉറപ്പുവരുത്താൻ ആരോഗ്യ പരിശോധനകൾക്ക് വിധേയരാക്കുമെന്നും യുവതി പറയുന്നു. പരിശോധനയിൽ ശരീരത്തിൽ ചെറിയ പാടുകളോ മുറിവിന്റെ കലകളോ കണ്ടാൽ പോലും അവർ ഒഴിവാക്കപ്പെടാം. കർശനമായ പരിശോധനകൾക്ക് ശേഷം കുറച്ച് പെൺകുട്ടികളെ പ്യോങ്യാങ്ങിലേക്ക് അയക്കും. ഏകാധിപതിയുടെ ആഗ്രഹങ്ങൾ തൃപ്തിപ്പെടുത്തുകയാണ് അവരുടെ ലക്ഷ്യം. നിരവധി പരിശോധനകൾക്കും സ്ക്രീനിങ്ങുകൾക്കും ശേഷം തിരഞ്ഞെടുക്കുന്ന പെൺകുട്ടികളെ കിം ജോങ് ഉന്നിനെ തൃപ്തിപ്പെടുത്താനുള്ള ക്ലാസുകൾ നൽകി അവരെ തയ്യാറാക്കലാണ് അവിടെ നടക്കുന്നതെന്നും പാർക്ക് വെളിപ്പെടുത്തുന്നു. 3 ഗ്രൂപ്പുകളായി പെൺകുട്ടികളുടെ സംഘത്തെ തിരിക്കും. ഒരു സംഘം മസാജിനായും മറ്റൊരു സംഘം സംഗീതം, നൃത്തം എന്നിവയ്ക്കുമുള്ളതാണ്. എന്നാൽ 3ാമത്തെ സംഘം ലൈംഗിക ആവശ്യങ്ങൾ നിറവേറ്റാനാണ്. കിമ്മിനെയും സംഘത്തെയും എങ്ങനെയെല്ലാം സന്തോഷിപ്പിക്കണമെന്നാണ് ഈ പെൺകുട്ടികളെ പഠിപ്പിക്കുക. അതാണ് അവരുടെ ഒരേ ഒരു ലക്ഷ്യമെന്നും ഈ യുവതി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിസുന്ദരിമാരായ പെൺകുട്ടികൾ കിമ്മിന്റെ സേവനത്തിനായി നിയോഗിക്കപ്പെടുമ്പോൾ മറ്റുള്ളവർ കുറഞ്ഞ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയക്കാരെയും സേവിക്കും. പെൺകുട്ടികളുടെ പ്രായം 20കളുടെ മധ്യത്തിലെത്തിയാൽ അവരുടെ കാലാവധി അവസാനിക്കും. ചിലർ നേതാക്കളുടെ അംഗരക്ഷകരെ വിവാഹം കഴിക്കുമെന്നും യുവതി പറയുന്നു. ഈ പ്ലഷർ സ്ക്വാഡ് ആരംഭിച്ചത് 1970കളിൽ കിമ്മിന്റെ പിതാവാണെന്നും ലൈംഗികമായ അടുപ്പം അമരത്വം നൽകുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നതായും യുവതി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.